ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. കിഫ്ബിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CAG. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമെന്ന് CAG റിപ്പോർട്ട്. സംസ്ഥാനം കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കടന്നുകയറി, കടമെടുപ്പ് ആകസ്മിക ബാധ്യതയെന്ന വാദം തള്ളി. കിഫ്ബി കടമെടുപ്പ് തനതു വരുമാനത്തിന് ബാധ്യതയെന്നും CAG റിപ്പോർട്ട്. മസാല ബോണ്ടും ഭരണഘടനാ വിരുദ്ധം. മസാല ബോണ്ട് കേന്ദ്ര അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും റിപ്പോർട്ടിൽ. മസാല ബോണ്ടിന് അനുമതി നൽകിയതിൽ റിസർവ് ബാങ്കിനും വിമർശനം. റിസർവ് ബാങ്ക് നടപടി ചോദ്യം ചെയ്യപ്പെടാവുന്നത്. മറ്റു സംസ്ഥാനങ്ങൾ ഈ നടപടി തുടർന്നാൽ കേന്ദ്രം അറിയാതെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുമെന്നും വിമർശനം. എന്നാൽ റിപ്പോർട്ടിൽ ധനമന്ത്രിയുടെ പ്രസ്താവന ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചത് സ്പീക്കർ തള്ളി. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരും. സജിത്ത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കടമെടുപ്പുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം അത് ആ തരത്തിൽ CAGയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മസാല ബോണ്ടിനെ CAG വിമർശിച്ചിരിക്കുന്നത്? പ്രതീക്ഷിച്ച പോലെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ CAG റിപ്പോർട്ടിലുണ്ട്. ഇന്നാണ് CAG റിപ്പോർട്ട്, കിഫ്ബിക്കെതിരായ ഗുരുതര പരാമർശമുള്ള CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വന്നത്. ഇത് പരസ്യരേഖയായിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന്റെ ഉള്ളടക്കം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും ഇടവയ്ക്കും. കിഫ്ബിയുടെ പ്രവർത്തനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള വാദം ഈ CAG റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ പരാമർശിക്കുന്നത്. അതിലൊന്ന്, കിഫ്ബി വഴിയെടുക്കുന്ന വായ്പകൾ ഓഫ് ബജറ്റ് വായ്പകളാണെന്ന സർക്കാരിൻ്റെ വാദം ശരിയല്ലെന്ന് CAG കണ്ടെത്തുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം ബാധകമല്ലാത്ത രീതിയിലാണ് കിഫ്ബിയുടെ വായ്പ എടുപ്പ് എന്നതാണ് സർക്കാർ വാദിച്ചിരുന്നത്. പക്ഷേ അത്തരം വാദം ഉന്നയിക്കാൻ കഴിയില്ല, അത് നിലനിൽക്കുന്നതല്ല. കാരണം കിഫ്ബി വഴിയെടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് സംസ്ഥാനത്തിൻ്റെ പൊതുവിഹിതത്തിൽ നിന്നാണ്. അതായത് പെട്രോൾ സെസ്സും ഒപ്പം തന്നെ മോട്ടോർ വാഹന നികുതി വരുമാനവുമാണ് തിരിച്ചടവിന് വേണ്ടി സംസ്ഥാനം ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതുവരുമാനമാണ്. ഈ വരുമാനം തിരിച്ചടവിന് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ വായ്പ സംസ്ഥാനത്തിൻ്റെ പൊതുബാധ്യതയായി മാറുന്നു. അതായത് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന 3% വായ്പാ പരിധി എന്നത് സ്വാഭാവികമായും കിഫ്ബി വായ്പകൾക്കും ബാധകമാകും എന്നതാണ് ഈ CAG റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, മസാല ബോണ്ട് വഴി വിദേശ വായ്പകൾ എടുത്ത രീതിയാണ് CAG ചോദ്യം ചെയ്യുന്നത്. അതായത് കിഫ്ബി പ്രധാന നേട്ടമായി സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്ന മസാല ബോണ്ട് വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും സർക്കാർ എടുത്ത വായ്പകൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഏതെങ്കിലും വിദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ഇത്തരം സാധ്യതകളിൽ നിന്നോ വായ്പ എടുക്കാൻ അനുമതി ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബി ഇതിന് വിരുദ്ധമായി വായ്പയെടുത്തു. ഈ വാദം അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമാണ്. മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം RBI റിസർവ് ബാങ്കിന്റെ അനുമതി പ്രകാരമാണ് ഇത്തരം മസാല ബോണ്ടുമായി കിഫ്ബി മുന്നോട്ട് പോയത് എന്നതായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദം. പക്ഷേ ഇതിന് അനുമതി നൽകിയ റിസർവ് ബാങ്കിന്റെ നടപടി തന്നെ ചോദ്യം ചെയ്യപ്പെടണം എന്നതാണ് CAG ഈ വിഷയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ രണ്ട് ഏജൻസികളായ റിസർവ് ബാങ്ക് ഒപ്പം തന്നെ CAGക്കും ഈ കിഫ്ബി വിഷയത്തിൽ രണ്ട് നിലപാടുണ്ടെന്ന പ്രത്യേകതയും ഈ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ഇന്ന് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതുമായി സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നാടകീയ നീക്കങ്ങളുണ്ടായി. കാരണം സഭയിൽ ഇന്ന് ഈ റിപ്പോർട്ട് CAG റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇതിന് അനുബന്ധമായി ധനമന്ത്രിയുടെ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഈ ഇത്തരം കുറിപ്പ് വരുന്നത് നിയമസഭയുടെ ചട്ടലംഘനമാണെന്ന വാദം പ്രതിപക്ഷത്തു നിന്നും VD സതീശനാണ് ഉന്നയിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ, ധനമന്ത്രി ഇക്കാര്യത്തിൽ സഭയിൽ വിശദീകരിച്ചത് ഗവർണറുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരമൊരു കുറിപ്പ് താൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ്. തുടർന്ന് ഈ ക്രമപ്രശ്നം എന്ന വാദം സ്പീക്കർ തള്ളുകയും ചെയ്തു. എന്തായാലും ഈ കുറിപ്പിൽ പരാമർശിക്കുന്ന കാര്യം ധനമന്ത്രി ഒന്നുകൂടി നേരത്തെ വാർത്താസമ്മേളനം നടത്തി വിശദീകരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഈ കുറിപ്പിലൂടെ ആവർത്തിക്കുകയാണ്. ഇന്ന് സഭയിൽ വന്നിരിക്കുന്ന ഈ CAG റിപ്പോർട്ടിൽ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശം സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. റിപ്പോർട്ട് തയ്യാറാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നതടക്കമുള്ള ഗുരുതര കാര്യങ്ങൾ ധനമന്ത്രിയും ഈ പ്രത്യേക കുറിപ്പിലൂടെ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ പതിവായി CAG റിപ്പോർട്ട് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ നിയമസഭയിൽ വെച്ചു കഴിഞ്ഞാൽ അന്ന് C&AGയുടെ വാർത്താസമ്മേളനം നടത്തുക പതിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ C&AG മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുവരെയും C&AGയുടെ ഓഫീസിൽ നിന്നും അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടില്ല. TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധിച്ച ശേഷം പ്രതിപക്ഷ ഇറങ്ങിപ്പോയി.
കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കെ കുഞ്ഞിരാമൻ MLA പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ആദ്യത്തെ സബ്മിഷൻ ഉന്നയിച്ചോളൂ. പ്ലീസ് അങ്ങേക്ക് സംസാരിക്കാം. ഈ നടപടി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് നടത്തുകയാണ്. പ്ലീസ് അങ്ങ് പറയൂ. സർ, BPCL രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ. സബ്മിഷൻ അനുവദിക്കാമെന്നും P. ശ്രീരാമകൃഷ്ണൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ക്രമക്കേടുകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ സഭയിലൊരു ചർച്ച നടക്കുന്നതിൽ യുക്തിയില്ല. മാത്രമല്ല ഇതിനൊരു അടിയന്തര സ്വഭാവമുള്ളതായിട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ടിത് അവതരിപ്പിക്കാൻ വിഷമമാണ്. ആദ്യത്തെ സബ്മിഷനായിട്ട് അംഗത്തിൻ്റെ അവകാശം വിനിയോഗിക്കാവുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ കാലുവെട്ടുമെന്ന് കെ കുഞ്ഞിരാമൻ പറഞ്ഞതായി എന്നെ നെല്ലിക്കുന്ന്. കഴുത്ത് വെട്ടുമെന്ന് പറയാത്തതുകൊണ്ടാണോ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തതെന്ന് ചോദ്യം. കെ കുഞ്ഞിരാമന്റെ നടപടിയെ അപലപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആവശ്യം. ബഹുമാനപ്പെട്ട അംഗം കഴുത്ത് വെട്ടുമെന്ന് പറയാത്തത് എൻ്റെ തെറ്റല്ലല്ലോ സർ. അദ്ദേഹം കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എനിക്ക് തോന്നുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തരുമായിരുന്നു. പക്ഷെ അദ്ദേഹം കഴുത്ത് വെട്ടുമെന്ന് പറയാത്തത് എൻ്റെ തെറ്റല്ല സർ. പ്രതിപക്ഷം ആശയദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണെന്ന് കെ കുഞ്ഞിരാമൻ MLA. വരാന്തയിൽ നിന്നാണ് താൻ സംസാരിച്ചത്. ഉദ്യോഗസ്ഥനെ അപമാനിച്ചിട്ടില്ലെന്നും കുഞ്ഞിരാമൻ. അങ്ങനെ കള്ളവോട്ടിന് വേണ്ടി ആഹ്വാനം ചെയ്ത എനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ നേതാവായും മുസ്ലിം ലീഗിന്റെ നേതാവോട് കൂടി പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇപ്പൊ എനിക്കെതിരെ പറഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ നാട്ടിലാരും വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പായിരുന്നു ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സഭയിലും എല്ലാവരും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കെ കുഞ്ഞിരാമനെ പിന്തുണച്ച് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്താൻ പറ്റിയ ഒരു പ്രകൃതം ഉദുമ MLAയ്ക്കില്ല. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും മുഖ്യമന്ത്രി. ഭീഷണിക്ക് ആ സ്വരം വേണ്ടേ? ആ സ്വരക്കാരനല്ലല്ലോ നമ്മുടെ ഉദുമ MLA എന്നുള്ളത്. ഈ കുഞ്ഞിരാമേട്ടൻ എന്ന് വിളിക്കുന്ന കാസർഗോഡ് MLAക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് സർ ഇത് ഒരു വിഷയദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മറുപടി ഏകപക്ഷീയമാണെന്ന് KC ജോസഫ്. പിണറായി വിജയൻ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. UDFന്റെ പരാതികൾ പലപ്പോഴും പോലീസ് പരിഗണിക്കുന്നില്ലെന്നും KC ജോസഫ്. മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു 37 കേസുകൾ UDFന്റെയും 38 കേസുകൾ LDFന്റെയും പറഞ്ഞു. അദ്ദേഹം യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണ്. UDFന്റെ പരാതികൾ പലപ്പോഴും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, കേസെടുക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയം സഭയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഉന്നയിച്ചത്. ഈ പരാതി ഉന്നയിച്ചത് ഇടതുപക്ഷ സംഘടനയുടെ നേതാവായ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മരോദനമാണ് ഈ പരാതിക്ക് ആധാരമായിരിക്കുന്നത്. കെ കുഞ്ഞിരാമനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ചട്ടഞ്ചാലിലെ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അത് നേരിയ സംഘർഷമുണ്ടായി. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഈ അധ്യയന വർഷം സ്കൂളുകളിലെ സിലബസ് വെട്ടിച്ചുരുക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. സിലബസ് വെട്ടിച്ചുരുക്കുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കും. കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാകും അതെന്നും മന്ത്രി നിയമസഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് പുതിയ ഫോർമുലയുമായി ഹൈക്കമാൻഡ്. DCC അധ്യക്ഷ പദവി ഒഴിയുന്നവർക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ മുൻഗണനയുണ്ടാകും. സ്ഥാനാർത്ഥികളാകാത്തവർക്ക് KPCC ഭാരവാഹിത്വം നൽകും. പദവി ഒഴിയാത്ത DCC പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കില്ല. KP അഭിലാഷ് ശരിയാണ്. അഭിലാഷ്, പല ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണോ പുതിയ ഫോർമുല? ആരെയും പിണക്കാതെ ആ തരത്തിൽ അവർക്കുള്ള അർഹമായ പദവികൾ നൽകിക്കൊണ്ട് മാറ്റാനാണോ ഇപ്പോൾ ശ്രമം?
രഞ്ജിത്ത്, സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ AI ഗ്രൂപ്പുകൾക്ക് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സമീപനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കാര്യമായ പുരോഗതിയോ നേട്ടമോ കൈവരിക്കാത്ത പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു ഫോർമുല തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രകാരം നിലവിൽ അധ്യക്ഷ പദവി ജില്ലാ അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ ഏതാണ്ട് 12ഓളം ജില്ലകളിലെ അധ്യക്ഷ പദവികളിൽ നിന്ന് മാറ്റണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ മാറാൻ തയ്യാറാകുന്ന നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഥമ പരിഗണന നൽകണം എന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു. അങ്ങനെ പരിഗണിക്കാതെ പോകുന്നവർ, അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാത്ത അധ്യക്ഷന്മാർ ആകട്ടെ, അവർക്ക് KPCCയിൽ പദവി നൽകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഏതെങ്കിലും സമ്മർദ്ദങ്ങളുടെ ഭാഗമായി അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ് എങ്കിൽ അവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശവുമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന മറ്റൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം നിർദ്ദേശങ്ങളോട് നേതാക്കൾ വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും രാവിലെ 10:30 കൂടിയാണ് KC വേണുഗോപാലിന്റെ വസതിയിൽ ചർച്ച ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്നത് പ്രതിപക്ഷത്തേക്ക് UDF എത്തിയതിനു ശേഷം മുൻനിരയിൽ ഒരുപക്ഷെ ഔദ്യോഗികമായി പദവികളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ ആണ് എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കണം എന്ന ഒരു കർശന നിർദ്ദേശം കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് ഏത് പദവി നൽകിയായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ സജീവമാക്കുക എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. KP അഭിലാഷ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചു. ഹൈക്കമാൻഡുമായുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച അത്തരത്തിൽ അവിടെ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. DCC പുനഃസംഘടനയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. കിഫ്ബിയിൽ ED അന്വേഷണം ഉടൻ. കിഫ്ബിയിൽ നിന്നുള്ള കടമെടുപ്പും മസാല ബോണ്ടും നിയമവിരുദ്ധമാണെന്ന CAG റിപ്പോർട്ടിനെ തുടർന്നാണ് ED അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ശ്രീനാഥ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയം അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. അത് ഉടനെ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കിഫ്ബിയിൽ EDയുടെ പ്രാഥമികമായ അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷെ അന്ന് സഭയുടെ മേശപ്പുറത്ത് ഈ CAG റിപ്പോർട്ട് വെച്ചിരുന്നില്ല. CAG റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കാതെ എങ്ങനെയാണ് കിഫ്ബിക്ക് ലഭിച്ചത് തുടങ്ങിയ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണ നേതൃത്വത്തിൽ നിന്ന് ചിലർ അതിനെ വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് CAG റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ച സാഹചര്യത്തിൽ അന്വേഷണം ശക്തമാക്കാനും ഉടൻ തന്നെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനുമാണ് EDയുടെ തീരുമാനം. കിഫ്ബിയിൽ നിക്ഷേപം നടത്തിയവരെ കുറിച്ച് ED പ്രാഥമികമായ അന്വേഷണം നേരത്തെ തന്നെ നടത്തിയിരുന്നു. CAG റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചിരുന്നാൽ ഇനി അന്വേഷണവുമായി പോകുന്നതിന് തടസ്സമില്ല എന്ന് EDക്ക് നിയമോപദേശവും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനും ഇത് സംബന്ധിച്ച് നടത്തിയ ക്രമവിരുദ്ധമായ ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനുമാണ് EDയുടെ തീരുമാനം. ഏതായാലും കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സർക്കാരിലെ പ്രമുഖരടക്കമുള്ളവരെയും വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ED ഉള്ളത്. ഏതായാലും ഈ അന്വേഷണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കും എന്നൊരു സൂചനയാണ് EDയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കിഫ്ബിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനൊരുങ്ങുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശ്രീനാഥ് കൊച്ചിയിൽ നിന്നും നൽകുന്നത്. ബാർക്കോഴയിൽ ബിജു രമേശിനെതിരെ അന്വേഷണമാകാം എന്ന് ഹൈക്കോടതി. പരാതി സ്വീകരിക്കാൻ തിരുവനന്തപുരം കോടതിക്ക് നിർദ്ദേശം നൽകി. നടപടി കൃത്രിമം കാട്ടിയ CD ഹാജരാക്കിയെന്ന പരാതി. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ തുടരുന്നു. ഇന്ന് പുതിയ കേന്ദ്രങ്ങളിലടക്കം കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കുത്തിവയ്പ് നടത്തും. രജിസ്റ്റർ ചെയ്തവരുടെ വാക്സിനേഷൻ പൂർത്തിയായ കേന്ദ്രങ്ങൾക്ക് പകരം അതാത് ജില്ലകളിൽ പുതിയ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ. പോലീസുകാർക്ക് വാക്സിൻ നൽകാനായി രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യ ദിവസം കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വാക്സിനേഷന്റെ രണ്ടാം ഘട്ടം സുഗമമായി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. നല്ല രീതിയിൽ വാക്സിനേഷൻ മുന്നോട്ട് പോയിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ എന്നുള്ളതാണ്
പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് ശേഷം നാമമാത്രമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികം ഉണ്ടാകുന്ന ചെറിയ പനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതെല്ലാം ഇപ്പം ഓവർകം ചെയ്യാൻ നമുക്കത് പരിഹരിക്കാൻ കഴിയുന്ന കേസുകളേ ഉണ്ടായിട്ടുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള വാക്സിനേഷൻ ഇന്ന് സുഗമമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് KSRTC MD ബിജു പ്രഭാകറിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുമായി മുന്നോട്ട് പോകാനും നിർദ്ദേശം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബിജു പ്രഭാകർ. ജീവനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചതിനാലാണ് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രിയോട് ബിജു പ്രഭാകർ. ഇന്ന് യൂണിയനുകളുമായി KSRTC MD കൂടിക്കാഴ്ച നടത്തുന്നു. ശേഷം വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടേക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീനിനോട് സഹകരിക്കാതെ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും നിയമസഭയിൽ എത്തിയ ഭൂരിഭാഗം മന്ത്രിവാഹനങ്ങളിലും കൂളിംഗ് പേപ്പറുകൾ നീക്കം ചെയ്തിട്ടില്ല. കർട്ടനുകളും അതേപടി. ഓപ്പറേഷൻ സ്ക്രീനിനോട് സഹകരിക്കാത്തവരിൽ മന്ത്രിമാരായ AC മൊയ്തീനും G സുധാകരനും VS സുനിൽകുമാറും മേഴ്സിക്കുട്ടിയമ്മയും നിയമലംഘനം നടത്തുന്നവരിൽ K ശബരിനാഥൻ, O രാജഗോപാൽ എന്നീ പ്രതിപക്ഷ MLAമാരും. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും ഉത്തരവ് ലംഘിച്ച നിരത്തിൽ. നിയമലംഘകരിൽ പോലീസ് ഉന്നതരും ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിൽ കൂളിംഗ് പേപ്പറുകളും കർട്ടനുകളും. കൊല്ലം പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ കോൺഗ്രസ് പോര് രൂക്ഷം. ഗണേഷ് കുമാറിന്റെ PA യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ച് പത്തനാപുരം പഞ്ചായത്തിൽ UDF ഹർത്താൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണ് കോൺഗ്രസിന്റേതെന്ന് ഇടതുപക്ഷം. തനിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ജനാധിപത്യത്തിന് നിരക്കാത്തതെന്ന് KB ഗണേഷ് കുമാർ. താനും പാർട്ടിയും UDF വിട്ടതിന്റെ വൈരാഗ്യം തീർക്കുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംയമനം പാലിക്കണമെന്നും MLA. കൊല്ലത്തും ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം. MLAയുടെ കോലം കത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഡൽഹിയിൽ ആര് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് SS ബോബ്ഡെയുടെ പരാമർശം കർഷകരുടെ ട്രാക്ടർ റാലിക്കെതിരായ ഹർജി പരിഗണിക്കവേ. ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി സുപ്രീം കോടതി. സൈനികർക്കൊപ്പം കർഷകരും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്ന കർഷക സംഘടനാ നേതാക്കൾ. ഡൽഹി അതിർത്തികളിൽ സമാധാനപരമായി റാലി നടത്തും. റിപ്പബ്ലിക് ദിന പരേഡ് തടസ്സപ്പെടുത്തില്ലെന്നും നേതാക്കൾ. കർഷക സമരം ഇന്ന് 54-ാം ദിവസം. സ്വർണ്ണക്കടത്ത് കേസിൽ റബിൻസ് K ഹമീദിനെ ഈ മാസം 28 വരെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. കസ്റ്റഡി അനുവദിച്ചത് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി. സ്വപ്നയെയും സരത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നൽകിയ അപേക്ഷയും അനുവദിച്ച് കോടതി. കുതിരാനിൽ പാറക്കെട്ടുകൾ പൊളിച്ചു നീക്കുന്നതിനിടെ പാറക്കല്ല് അടർന്നു വീണ വൻ ദ്വാരം. സംഭവം കിഴക്കേ തുരങ്ക കവാടത്തിൽ. കരിങ്കല്ല് പതിച്ചത് കുതിരാൻ തുരങ്കത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോൺക്രീറ്റ് കവാടത്തിന് മുകളിൽ. നിർമ്മാണ ജോലികളിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് കോൺഗ്രസ്. തുരങ്ക നിർമ്മാണ ജോലികളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് തുരങ്കം സന്ദർശിച്ച TN പ്രതാപൻ MP. എന്താണ് സംഭവിച്ചതെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണമെന്നും ആവശ്യം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് കൂട്ടിയത് 25 പൈസ. ഡീസൽ ലിറ്ററിന് 26 പൈസയുടെ വർധനവ്. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 86 രൂപ 98 പൈസ. ഡീസൽ വില ലിറ്ററിന് 81-ലെത്തി. കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 85 രൂപ 11 പൈസ. ഡീസൽ വില 79 രൂപ 42 പൈസ. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും MP-യുമായിരുന്ന E ബാലാനന്ദന് സ്മാരകം നിർമ്മിക്കാത്തതിനെ ചൊല്ലി CPM കളമശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ വിവാദം. സ്മാരകത്തിനായി പണപ്പിരിവ് നടത്തിയിട്ടും സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിട്ടും 10 വർഷം കൊണ്ട് ചെയ്തത് പൈലിംഗ് ജോലികൾ മാത്രം. CITU നേതാവ് K ചന്ദ്രൻപിള്ള E ബാലാനന്ദൻ ഫൗണ്ടേഷൻ ചെയർമാൻ. JDS LJD ലയനം വൈകുമെന്ന് MV ശ്രേയാംസ് കുമാർ MP. നിലവിൽ പാർട്ടി LJD ആയി തന്നെ തുടരും. ലയനത്തെപ്പറ്റി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നും MP. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ 3-ാം തവണയും ലൈംഗിക അതിക്രമം. പീഡനത്തിനിരയായത് പാണ്ടിക്കാട് സ്വദേശിയായ 17-കാരി.
13 വയസ്സ് മുതൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ 2016-ലും 2017-ലും നിർഭയ ഹോമിലേക്ക് മാറ്റിയിരുന്നു. കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കടക്കാവൂരിൽ മകനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അമ്മയുടെ ജാമ്യഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി കോടതി. ഹർജി വേഗത്തിൽ പരിഗണിക്കുന്നത് കേസിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനും മകനും കസ്റ്റഡിയിൽ. പിടിയിലായത് കുടയാൽ സ്വദേശി 71-കാരനായ ബാലരാജും ഇയാളുടെ മകൻ 45-കാരനായ രാജുവും. ഇവർ ലൈംഗികമായി ചൂഷണം ചെയ്തത് 11ഉം 7ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെ. അറസ്റ്റ്. കുട്ടികളുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ അസ്വാഭാവികതയും ശരീരത്തിലെ മുറിപ്പാടുകളും ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. സംശയം തോന്നിയ ഡോക്ടർ ചൈൽഡ് ലൈൻ അറിയിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. നെയ്യാറ്റിൻകരയിൽ പീഡനത്തിനിരയായ 16-കാരിയുടെ നവജാത ശിശു മരിച്ചത് 56 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞ്. രാത്രിയിൽ മുലപ്പാൽ കുടിക്കവേ കുട്ടി മരിച്ചുവെന്ന ബന്ധുക്കൾ. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അയൽവാസി. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പോലീസ്. CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട റവറൻ ഡോക്ടർ സാബു കെ ചെറിയാന്റെ സ്ഥാനാഭിഷേക ശുശ്രൂഷ നടന്നു. ചടങ്ങുകൾ കോട്ടയം ചാലുകുന്നിലുള്ള CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ. CSI സഭാ മോഡറേറ്റർ ബിഷപ്പ് എ ധർമ്മരാജ റസാലം, തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സ്ഥാനാഭിഷേകം. ഡോക്ടർ സാബു കെ ചെറിയാൻ സഭയുടെ 13ാമത് ബിഷപ്പ്. സഭയിൽ അധികാര വികേന്ദ്രീകരണം നടത്തുമെന്ന് പ്രതികരണം. സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കും. ഡൽഹിയിലെ കർഷക സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ചുമതലയേറ്റ ശേഷം ഡോക്ടർ സാബു കെ ചെറിയാൻ. കേന്ദ്ര സർക്കാർ അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകിയേക്കുമെന്ന് റിപ്പോർട്ട്. നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ അടക്കം 8 രാജ്യങ്ങൾക്ക് വാക്സിൻ സൗജന്യമായി നൽകാൻ ആലോചന. ഏതു വാക്സിനാണ് നൽകുക എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ ആഴ്ച തന്നെ അയൽ രാജ്യങ്ങൾക്കുള്ള വാക്സിൻ വിതരണം ആരംഭിക്കുമെന്ന് സൂചന. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 3ാം ദിനം. ഇന്നലെ മാത്രം കുത്തിവയ്പ് നൽകിയത് 17,702 പേർക്ക്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ആരിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെ 2,24,301 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആദ്യ ദിനം 1,91,181 പേർക്ക് വാക്സിൻ നൽകി. ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രതിവാര കണക്കുകളിൽ വ്യാപനത്തിൽ 17% കുറവ് രേഖപ്പെടുത്തി. മരണനിരക്കിൽ 16% കുറവുണ്ടായെന്നും വിലയിരുത്തൽ. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് പിന്നിൽ 2ാമത്. രാജ്യത്ത് 1,05,00,000-ലേറെ കോവിഡ് ബാധിതർ. മരണം 1.5 ലക്ഷം പിന്നിട്ടു. നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. സംഘടനാ തെരഞ്ഞെടുപ്പ് എപ്പോഴുണ്ടാകുമെന്നതിൽ വ്യക്തത വരുത്താൻ നേതൃത്വത്തിന് ആകുന്നില്ലെന്ന് വിമർശനം. തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷ വാഗ്ദാനം നൽകിയിട്ട് 1 മാസം പിന്നിടുന്നുവെന്നും കപിൽ സിബൽ. പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ഒരു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കപിൽ സിബൽ. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പാർട്ടിക്ക് അധ്യക്ഷനില്ലെന്നും കുറ്റപ്പെടുത്തൽ. ഉപയോക്താക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ പ്രതിനിധികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പാർലമെന്ററി കമ്മിറ്റി. വ്യാഴാഴ്ച IT പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമായി പ്രതിനിധികളെ വിളിച്ചുവരുത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. താണ്ഡവ് വെബ് സീരീസ് വിവാദത്തിൽ ആമസോൺ പ്രൈം ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കേന്ദ്രം വിളിച്ചുവരുത്തും. നടപടി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റേത്. മതവികാരം ദൃഢപ്പെടുത്തുന്ന ചിത്രമെന്ന് കാട്ടി സീരീസിനെതിരെ BJP രംഗത്ത് വന്നിരുന്നു. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന ചിത്രം ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് ആക്ഷേപം. മഹാരാഷ്ട്രയിലും മണിപ്പൂരിലും ഭൂചലനം. മഹാരാഷ്ട്രയിലെ പാൽഘർ മേഖലയിൽ ഭൂചലനമുണ്ടായത് ഇന്നലെ രാത്രിയോടെ. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. മണിപ്പൂരിലേത് റിക്ടർ സ്കെയിലിൽ 2.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെ. 2ഇടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികാര കൈമാറ്റത്തിനൊരുങ്ങി അമേരിക്ക. പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന് നാളെ അവസാന ദിനം. ബൈഡന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. സത്യപ്രതിജ്ഞാ ദിനത്തിൽ ട്രംപ് അനുകൂലികളുടെ
പ്രതിഷേധത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് കനത്ത സുരക്ഷ. ടെക്സസ്, ഓറഗൺ, മിഷിഗൺ, ഓഹിയോ സ്റ്റേറ്റുകളിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിനൊരുങ്ങിയ പോലീസ് സംഘങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. ലോകത്ത് 9,54,00,000 കോവിഡ് ബാധിതർ. 20 ലക്ഷം കടന്ന് മരണസംഖ്യ. 24 മണിക്കൂറിൽ 5 ലക്ഷത്തിലേറെ പുതിയ രോഗബാധിതർ. ബ്രസീലിൽ രോഗബാധ വീണ്ടും രൂക്ഷം. 2 വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗ അനുമതി നൽകി ഭരണകൂടം. അനുമതി അസ്ട്രാസെനേക, സിനോവാക് വാക്സിനുകൾക്ക്. ബ്രിട്ടനിലും സ്ഥിതി അതീവ ഗുരുതരം. രാജ്യത്തെ എല്ലാ യുവാക്കൾക്കും സെപ്റ്റംബറോടെ കോവിഡ് വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി. പോപ്പ് സംഗീതജ്ഞനും നിർമ്മാതാവുമായ ഫിൽ സ്പെക്ടർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. അന്ത്യം 2003 ഹോളിവുഡ് താരം ലെയാന ക്ലാർക്സിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ 2009 കുറ്റം സമ്മതിച്ച സ്പെക്ടർ നേരിട്ടത് 19 വർഷത്തെ തടവ് ശിക്ഷ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണമെന്ന് കാലിഫോർണിയ ജയിൽ റീഹാബിലിറ്റേഷൻ സെന്റർ. 1961-65 കാലയളവിൽ അമേരിക്കയെ ഇളക്കിമറിച്ച ഹിറ്റ് മ്യൂസിക് ആൽബങ്ങൾക്ക് പിന്നിൽ ഫിൽ സ്പെക്ടറായിരുന്നു. ആക്ടിവിസ്റ്റും പുടിൻ വിമർശകനുമായ അലക്സി നവാൽനി റഷ്യയിൽ തടവിൽ. കസ്റ്റഡിയിലെടുത്തത് 5 മാസത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ. പിടിയിലായത് ഷെർമറ്റീവോ വിമാനത്താവളത്തിൽ വെച്ച്. അലക്സി നവാൽനി വിചാരണ നേരിടണമെന്ന നിലപാടിൽ റഷ്യ. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ അബുദാബി സ്റ്റേഡിയത്തിന്റെ ആകാശ കാഴ്ചയുടെ ചിത്രം പുറത്തുവിട്ട് ICC. മേഘങ്ങളാൽ മൂടി ചിത്രം മനോഹരം. മേഘങ്ങൾക്ക് മീതെ ഉയർന്നു കണ്ട് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്ക്